എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല വറുത്തരച്ച നാടൻ കൊഞ്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ കൊഞ്ചൊക്കെ നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ എല്ലാ കൊഞ്ചും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സവോള മുറിച്ചത്, അതുപോലെ തന്നെ ഒരു 10-20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 6-7 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത് മുറിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി, പിന്നെ വാളംപുളി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 3 വെളുത്തുള്ളിയും ഒരു 6-7 ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഉലുവയും വറ്റൽമുളകും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുകയാണ്. ഇനി തേങ്ങ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ വറുത്തെടുക്കുന്ന ആ ഒരു ടൈമില് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊരു പേസ്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളവും മാങ്ങയും അതുപോലെ തക്കാളി, കറിവേപ്പില, ചുമന്നുള്ളി, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവോള മുറിച്ചത്, അതുപോലെ നല്ല എരിവുള്ള പച്ചമുളക്, ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തിള വരും. ആ ടൈമിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കൊഞ്ചെല്ലാം ആ ഒരു ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ അറിയിക്കണം. താങ്ക്